ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നീതിമാനായ വിശുദ്ധ യൗസേപ്പിനെ ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നു. ദൈവികമായ വാക്കുകൾക്ക് 100% വില കൽപ്പിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു ജോസഫ്. മാനുഷിക ബുദ്ധിക്കോ മനോഭാവങ്ങൾക്കോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത സ്വരമാണ് വിശുദ്ധ യൗസേപ്പ് അന്ന് സ്വപ്നത്തിൽ കേട്ടത്. ആ കേൾവിക്കും സ്വപ്നത്തിനും ഇത്രമേൽ പ്രാധാന്യം നൽകാൻ ജോസഫിനെ പ്രേരിപ്പിച്ചത് ഈ ദൈവിക വാക്കുകളോടുള്ള ആദരവും. ആരൊക്കെ ദൈവിക വാക്കുകളെ അംഗീകരിച്ച് ജീവിതമാകുന്ന തോണി തുഴയുന്നുണ്ടോ അവരെല്ലാം സ്വസ്ഥതയുടെ തീരമണയുമെന്ന് ഗുണപാഠം ജോസഫിൻ്റെ ജീവിത വഴികളിൽ എങ്ങുമുണ്ട്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിലുപരിയായി ദൈവിക നിയോഗമനുസരിച്ച് രക്ഷകൻ്റെ മാതാവിൻ്റെ ജീവിത പങ്കാളിയാകുവാനുള്ള അനുഗ്രഹം ലഭിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ്. വെറുമൊരു മനുഷ്യൻ എന്നതിൽ ഉപരിയായി ഭൂമിയിൽ പിതാവിൻ്റെ അമൂല്യനിധികളായ യേശുവിനെയും മറിയത്തെയും വിശ്വസ്തയോടുകൂടി സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്ത മഹത് വ്യക്തിയായി വിശുദ്ധ ലിഖിതങ്ങളിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മറിയത്തിൻ്റെ ഗർഭത്തെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞ നിമിഷമായിരിക്കാം വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട മുഹൂർത്തം. എന്നാൽ യാതനയുടെ ഈ നിമിഷത്തിൽ വിശുദ്ധ യൗസേപ്പ് തൻ്റെ മഹത്വം പ്രകടമാക്കി. യൗസേപ്പ് പിതാവിൻ്റെ സഹനങ്ങളും മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിലും കാതലായ പങ്കുവഹിച്ചിട്ടുണ്ട്. കന്യകയിൽ നിന്നുമുള്ള മിശിഹായുടെ ദൈവിക ജനനത്തിന് എല്ലാ കാലത്തേക്കും അദ്ദേഹം ഒരു വിശ്വസ്ത സാക്ഷിയായിരുന്നു. ആഗോള കത്തോലിക്ക സഭ യൗസേപ്പ് പിതാവിൻ്റെ ആദരണാർത്ഥം 2 വലിയ തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മാർച്ച് 19 ഇന്നേ ദിവസം. ഈ ദിവസത്തെ തിരുനാളിൽ മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രക്രിയയിൽ വിശുദ്ധനുള്ള പങ്കിനെപ്പറ്റി നാം അനുസ്മരിക്കുന്നു. മെയ് 1 ആഘോഷിക്കപ്പെടുന്ന 2ാമത്തെ തിരുനാളിൽ ലോകം മുഴുവനുമുള്ള തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിനെ അനുസ്മരിക്കുകയും സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മാനുഷിക അവകാശങ്ങളെയും കടമകളെയും പക്ഷപാതരഹിതമായ രീതിയിൽ നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തോട് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു. ആഗോള സഭയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അദ്ദേഹം മരിക്കുമ്പോൾ യേശുവും മറിയവും മരണക്കിടക്കയുടെ സമീപത്ത് ഉണ്ടായിരുന്നതിനാൽ മരണശയ്യയിൽ കിടക്കുന്നവരുടെ മധ്യസ്ഥനുമാണ് വിശുദ്ധ യൗസേപ്പ്. നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിലെ ദുഃഖങ്ങളും പരിഭവങ്ങളും വിശുദ്ധൻ്റെ തിരുപാദ്യങ്ങൾ സമർപ്പിക്കാം. ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റി ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ നമുക്കും ദൈവസ്നേഹം തിരിച്ചറിയുകയും ആ സ്നേഹത്തിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യാം. സങ്കീർണമായ ഈ ലോകത്തിൽ വിശ്വാസ ജീവിതത്തിൽ ചലനങ്ങളുണ്ടാകുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കരം നമുക്ക് പിടിക്കാം. വിശ്വാസ ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ആ സുരക്ഷിത കരങ്ങളിൽ അഭയം പ്രാപിച്ച് നമുക്ക് ജൈത്രയാത്ര തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.